ഏറ്റവും സ്നേഹമുള്ള അച്ഛ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമെള്ളും. അവന്റെ കസ്റ്റഡിയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ 189 സംഗമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമേഷ് ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ, ഉമേഷ് ചേട്ടാ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നു ഞങ്ങൾ വിശന്നു വരും അപ്പം നൽകേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങ് ഞങ്ങളെ നയിക്കേണമേ. അഗ്നി പരീക്ഷയിൽ വീഴാതെ ഞങ്ങൾ രക്ഷിച്ചിടേണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. താങ്ക് യു. അതിമനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച ഉമേഷ് ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തത് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സോഫി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ, സോഫി ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്ന സ്നേഹസംഗമത്തിന്റെ 189ാമത് സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ്, ദർശന ക്ലബ് ഡയറക്ടറുമായ റവറർ ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMI അച്ഛന് ദർശന ക്ലബിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ എലിഞ്ഞിപ്ര ബെത്ലഹേം ആശ്രമത്തിലെ റവറന്റ് ഫാദർ വിൽജോ നീലങ്കാവിൽ OFM അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന പ്രൊഫസർ ഡോക്ടർ മാണി റോട്ടറി ക്ലബ് തൃശൂർ സാറിന് ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നു. വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന ശ്രീ രഞ്ജിത്ത് പനിക്കശ്ശേരി ചീഫ് എഡിറ്റർ സാറിന് ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമം അവതരണം ചെയ്യുന്ന ശ്രീ ജിഫിൻ ഇരിങ്ങാലക്കുടയ്ക്കും പ്രാർത്ഥനാഗാനം ആലപിക്കുന്ന ശ്രീ ഉമേഷ് KK തൃശൂരിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കുമാരി സിമിൽ സെബാസ്റ്റ്യനും
നന്ദി പറയുന്ന ദർശന ക്ലബ് PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനും ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു. സോഫി മുത്ത്, തിരുവല്ല. അതിമനോഹരമായി സ്വാഗതം ആശംസിച്ച സോഫി ചേച്ചിക്ക്, തിരുവല്ല ചേച്ചിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സിമിൽ സെബാസ്റ്റ്യൻ ചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ സിമിൽ ചേച്ചി. ഇന്ന് അറിയിപ്പുണ്ട്. ഇന്ന് രണ്ടുപേരുടെ ജന്മദിനം ഉണ്ട്. ലിജി PV അങ്കമാലി, ബിന്ദു KK. പിന്നെ ഒരു വിവാഹ വാർഷികമുണ്ട്, ജെസ്സി എറണാകുളം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പ്രിയ നിറഞ്ഞവരെ, 18/1/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റെവറൻഡ് ഫാദർ സോളമൻ കളപ്പാട്ടുപറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 188ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തിയത് ദർശന സർവീസ് സൊസൈറ്റി. അവതരണം കുമാരി ലിജി PV അങ്കമാലി. പ്രാർത്ഥന കുമാരി റോസിലി MD ചങ്ങാലൂർ. സ്വാഗതം കുമാരി ആനി തെക്കട്ടാനശ്ശേരി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. ഞങ്ങളെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതവും നന്ദിയും പറയുന്നു. ഇന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നന്ദി പറയുന്നു. വാർഷികം ഭംഗിയാക്കാൻ പ്രാർത്ഥിക്കുക. 22-ന് കലോത്സവം നടക്കുന്നു. എല്ലാവരും പേര് കൊടുക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് കോതമംഗലം പ്രൊവിൻസിലെ കനകമല ജയറാണി കോൺവെന്റിലെ റെവറൻഡ് സിസ്റ്റർ ലിസ മരിയ SABS ആയിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കി. റിപ്പോർട്ട് കേട്ടപ്പോൾ ആണ് നിങ്ങൾ എത്രയോ വലിയ മഹനീയ പ്രവൃത്തികളാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കിയത്. കുറവില്ലാത്തവരായി ആരുമില്ല. ജോസേട്ടനാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി വന്നത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MR ദിനേശൻ അവറുകളാണ്. സ്നേഹം നിറഞ്ഞ സോളമൻ അച്ച, സിസ്റ്റർ ലിസ മരിയ, ശ്രീമതി നൈനി റിച്ചു, മറ്റുള്ളവരെ. എന്റെ നാട്ടുകാരി ഇതിലുണ്ട് ലീന MJ. ഭിന്നശേഷിക്കാരുടെ ഈ കൂട്ടായ്മ ലോകത്തിന് മാതൃകയാണ്. ഭിന്നശേഷി മക്കളെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുകയും അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുകയും ചെയ്യുന്ന കാലമാണ്. സീമ വഴിയാണ് യോഗത്തിൽ എത്തിയത്. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡ് മെമ്പർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയർപേഴ്സൺ ശ്രീമതി നൈനി റിച്ചു മാഡമായിരുന്നു. 188ാമത് സ്നേഹസംഗമത്തിലേക്ക് വിളിച്ച ഇതിന് ജോസേട്ടനും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞു. സോളമനച്ച, സിസ്റ്റർ ലിസ മരിയ, പ്രദീപ് സാർ, മറ്റെല്ലാവർക്കും നന്ദി. ഈ യോഗത്തിന് ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ചാമ്പ്യൻഷിപ്പ് മെഡൽ കിട്ടിയതിൽ വളരെ അഭിനന്ദനങ്ങൾ. ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. സഹതാപമല്ല, മറിച്ച് സഹകരണമാണ് വേണ്ടത് എന്ന് ഗ്രാമസഭയിൽ ജോസേട്ടൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞു. കുറേയേറെ സംശയങ്ങൾ ചോദിക്കുകയും മറുപടി തരികയും ചെയ്തു. യോഗ അവസാനം കുമാരി ലീന MJ നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് ശ്രവിച്ച നിങ്ങളുടെ അനുവാദത്തിനായി യോഗസമക്ഷം സമർപ്പിക്കുന്നു. ലീഡർ KJ ജോസ് കൊരട്ടി. അതിമനോഹരമായി റിപ്പോർട്ട് വായിച്ച സിമിൽ ചേച്ചിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തത് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബത്ലഹേം ആശ്രമം എരിഞ്ഞിപ്ര റവറൻഡ് ഫാദർ വിൽച്ചോ നീലങ്കാവിൽ ഓഫ് M അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ അച്ഛാ. 189ാമത് ദർശന ക്ലബിന്റെ ഈ സ്നേഹ സംഗമത്തിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി പറയുന്നു.
ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നെ പരിചയപ്പെടുത്തിയത് ഷെറിൻ അച്ഛനാണ്. അതായത് ഒക്ടോബർ മാസത്തിൽ ഉദ്ഘാടനത്തിനൊക്കെ വന്ന ഷെറിൻ ചേരാന്തുരുത്തി അച്ഛനാണ് എന്നെ സീമ തോമസ് എടക്കുളത്തൂരിനെ പരിചയപ്പെടുത്തി തന്നത് കേട്ടാ. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനൊരു കൂട്ടായ്മയില് ഗ്രൂപ്പില് വരാനായിട്ട് സാധിച്ചതിൽ. ഏറ്റവും സ്നേഹമുള്ള ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള സോളമനച്ചനെ ഞാൻ മുമ്പ് അറിയും. ഞാൻ അമലാശുപത്രിയിൽ പല പ്രാവശ്യം സോളമനച്ചനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അറിയാം സോളമനച്ചനെ. പല കാര്യങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യാതിഥിയായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ മാണി സാറ്, അതുപോലെ തന്നെ അതിഥിയായിട്ടുള്ള രഞ്ജിത്ത് പണിക്കശ്ശേരി സാറ്, ഏറ്റവും സ്നേഹമുള്ള ഈ ദർശന ക്ലബിലെ ഗ്രൂപ്പ് അംഗങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. തമ്പരാന് നന്ദി പറയുന്നു. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. സ്നേഹമുള്ളവരെ, നല്ലവനായ ദൈവം നമ്മളെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഒരു സഭയിലെ അംഗമാണ്. കപ്പുച്ചിൻ സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ആ ഒരു വിശുദ്ധന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ആണ് എല്ലാം സൃഷ്ടിച്ചത്. ഈ ലോകത്തിലെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. അദ്ദേഹം സൂര്യനെ സഹോദരൻ എന്ന് വിളിച്ചു, ചന്ദ്രനെ സഹോദരി എന്ന് വിളിച്ചു. എല്ലാവരെയും സഹോദരി, അതായത് ജീവിക്കുന്നവരെയും ജീവിച്ചിരിക്കുന്നവരെയും അതുപോലെ തന്നെ ജീവനില്ലാത്തതിനെയും എല്ലാം സഹോദരമായിട്ട് കണക്കാക്കിയ വലിയ വിശുദ്ധന്റെ ഒരു സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഞാൻ. കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കുറവുകൾ ഞാൻ പറയുന്നില്ല, പകരം നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ചില അവസ്ഥകളിലാണ്. അപ്പോ ചിലപ്പോൾ നമുക്ക് അതില് വിഷമവും വേദനയൊക്കെ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. എല്ലാ ജീവിതത്തിലും അതുണ്ടല്ലോ. ഞങ്ങളുടെ ആശ്രമത്തിൽ തന്നെ പലപ്പോഴും ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ആളുകൾ വരാറുണ്ട്. അപ്പൊ അവരില് അവരുടെ അടുത്തിരുന്ന് അവരുടെ വിഷമങ്ങളും വേദനകളും അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ആ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ സ്വന്തം മുഖത്തെ പ്രകാശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ ഒരാൾ കേൾക്കാനുണ്ടാകുക, നമ്മളെ ഒരാൾ മനസ്സിലാക്കാനുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് യേശുക്രിസ്തു എല്ലാവരെയും മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിയാണ്. ഒരു ആൾക്ക് സൗഖ്യം കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി അവരെ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുക, അവരോട് കൂടെയായിരിക്കുക, ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മയായിട്ട് ഞാൻ ഈ ലോകത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 10 വർഷമായി. ഈ 10 വർഷത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരാളെ മനസ്സിലാക്കുക. ബുദ്ധൻ പറയുന്നത് എന്താണെന്ന് അറിയാം? ബുദ്ധൻ പറയുന്നത് നമ്മള് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നൊക്കെയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ഈ ജീവിതത്തെ, ദൈവം തന്ന നല്ല ജീവിതത്തെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ലോകത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ബൈബിളിലെ ഒരു കഥാപാത്രമുണ്ട്, മോശ എന്ന് പറഞ്ഞിട്ട്. മോശയുടെ കഥാപാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോശ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിന് സംസാരശേഷിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം പല ഒഴിവ് കഴിവ് പറഞ്ഞു, ദൈവം ഞാൻ അതിന് യോഗ്യനല്ല, ഞാൻ സംസാരത്തിന് തടസ്സമുള്ള വ്യക്തിയാണ്, വേറെ ആരെങ്കിലും ഈ ഒരു ദൗത്യത്തിനായിട്ട് അയക്കുക എന്നൊക്കെ ദൈവത്തോട് വാദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇസ്രായേലിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പ്രവാചകൻ, ഏറ്റവും നല്ല നേതാവ്, അതിന് അത്രമാത്രം ശക്തനായൊരു നേതാവ് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. സ്നേഹം, നമുക്കുള്ളതായിട്ടുള്ള ചില അവസ്ഥകളിൽ അതില് വിഷമിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. ദൈവം നമ്മളെ എപ്പോഴും സഹായിക്കും. ഇന്ന് കത്തോലിക്ക സഭയിലെ വിശുദ്ധ പൗലോസ്ലീഹയുടെ മാനസാന്തരത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ചില 2-3 വചനങ്ങളൊന്നും ഞാൻ പറയാം. 2 കൊരിന്തോസ്കാരുടെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനായിരിക്കുന്നത്. അപ്പൊ എന്റെ ബലഹീനതകളിലാണ് എനിക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നതെന്ന് പൗലോസ്ലീഹ വീണ്ടും പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്കുള്ള 4-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ
എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശക്തനായ ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് സാധിക്കും എന്നാണ് ശ്ലീഹ പറയുന്നത്. നമുക്ക് നമ്മെ തന്നെ ശക്തിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, ആശയങ്ങള്, ഐഡിയോളജി ഒക്കെ നമ്മുടെ മനസ്സിൽ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ലവനായ ദൈവത്തിലേക്ക്, എല്ലാം നല്ലതായിട്ട് സൃഷ്ടിച്ച ദൈവത്തിലേക്ക് നോക്കി, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളിലേക്ക് നോക്കി നമുക്ക് കൂടുതൽ നന്മ ചെയ്യാനായിട്ട് സാധിക്കാം. നിങ്ങൾ ഈ ഒരു ദർശന ക്ലബ്ബ് ചെയ്യുന്ന അനേകം നല്ല കാര്യങ്ങളെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ എനിക്ക് ലിങ്ക് അയച്ചപ്പോൾ ഞാനൊന്ന് കേട്ടു. എത്രമാത്രം സോളമൻ അച്ഛനെ എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, നന്മകൾ ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണ്. ഈവൻ ഞങ്ങളുടെ ഒരു അച്ഛൻ, ഒരു ബ്രദർ അച്ഛനാവണേറ്റ് അദ്ദേഹം ക്യാൻസർ വന്നിട്ട് മരിച്ചു. ആ സമയത്ത് ആ ബ്രദറിനെ സഹായിക്കുവാനായിട്ട്, ആ മരണസമയത്ത് നമുക്ക് പറയാൻ മരണക്കിടക്കയില് ആ സഹോദരനെ സഹായിക്കാനായിട്ട് കടന്നു വന്നത് സോളമൻ അച്ഛനാണ്. ഞാൻ അദ്ദേഹത്തിന് ഓർക്കുന്നുണ്ട് ഇപ്പോഴും. ആ ബ്രദർ മരിക്കുന്നതിന് മുമ്പ് സോളമൻ അച്ഛൻ ആ ബ്രദറിന്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത്. അത് അത്രമാത്രം നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ അധ്യക്ഷൻ. അതുപോലെ തന്നെ എന്തോരം നന്മകളാണ് നിങ്ങൾ ചെയ്യുന്നത് ഭിന്നശേഷിക്കാർക്കാർക്കും, അതുപോലെ തന്നെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, അതുപോലെ തന്നെ കിടപ്പ് രോഗികള്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകള്, അങ്ങനെ ഒരുപാട് ഒരുപാട്, അതുപോലെ തന്നെ മീഡിയ വഴിയായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഒരു നല്ല ദിവസം ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുവാനും ഇതിന്റെ ഉദ്ഘാടകനെ നിങ്ങളോടൊപ്പമായിരിക്കാൻ കുറച്ച് സമയം സാധിച്ചതിനൊക്കെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഞാൻ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ ഒരു 4 വർഷം ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ തൃശ്ശൂര് ഒരു സ്ഥാപനമുണ്ട്, കുറുമാല് മുണ്ടൂരടുത്ത്. ആ സ്ഥാപനത്തിൽ ഒരു 4 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അവിടെ അനേകം മക്കളെ എനിക്കറിയാം. അവരെല്ലാവരും വളരെ സന്തോഷമുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും ഇഷ്ടമാണ് അവിടെയുള്ള എല്ലാവരെയും. അതിൽ ഞാൻ ഒരു ആളെ മാത്രം ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതില് ആരാ വരുമ്പോഴും ആ വരുന്ന ആളെ സ്വീകരിക്കുന്ന, വെൽക്കം ചെയ്യുന്ന ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അബ്ദുള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഏറ്റവും പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരെ കണ്ടാലും അവരുടെ കാല് പോയി പിടിക്കലും, അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കലും തരലും അങ്ങൊക്കെ ചെയ്യുന്ന ഒരു അബ്ദുള്ള. അദ്ദേഹം വളരെ നല്ല മനസ്സുള്ള, അദ്ദേഹത്തിന് കുറെ കുറവുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഇതുവരെയും ഒരിക്കലും ഒരു മോശപ്പെട്ട വാക്ക് പറയുന്നതോ മോശപ്പെട്ട രീതിയിൽ ഒരാളോട് പെരുമാറുന്ന ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് വളരെയധികം കുറവുകളുള്ള വ്യക്തിയാണ്. എങ്കിലും അദ്ദേഹം, എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ എപ്പോഴും ആ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ അബ്ദുള്ളയെ കുറിച്ചാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. നമ്മൾ അതുപോലെ അനേകം ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ അവർ മറന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ. ഇതുപോലെ ഈ ലോകത്തിൽ എന്തോരം ആൾക്കാർ വേദനിക്കുന്നവരും നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരെയും നമുക്ക് നമ്മോട് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും, നമുക്ക് കാണുന്നവരോടെല്ലാം ഈ ദൈവത്തിന്റെ സമാധാനം നമുക്ക് ആശംസിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരു ശ്ലീഹ പറയുന്നതിലൂടെ, എന്നെ ശക്തനാക്കുന്നവയിലൂടെ എനിക്ക് എല്ലാം ചെയ്യാം. ഒരു കാര്യം മാത്രമല്ല, എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും, ഇവിടെയുള്ള എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ ഒരു നല്ല സുദിനത്തില് ഈ ഒരു 189ാമത് സ്നേഹ സംഗമം, ദർശന ക്ലബിന്റെ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. ഇത്ര നല്ല സംസാരിക്കുകയും നല്ല മെസ്സേജ് തരികയും ചെയ്ത അച്ഛനെ ഒരുപാട് താങ്ക് യു അറിയിക്കുന്നു. വെൽക്കം. ഇനി അടുത്തതായി മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന റോട്ടറി ക്ലബ് പ്രൊഫസർ ഡോക്ടർ മാണി സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ സാർ. പ്രിയപ്പെട്ട സോളമൻ അച്ഛ, ദർശന ക്ലബ്ബ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട അംഗങ്ങളെ, ഉദ്ഘാടകനായി വന്ന അച്ഛ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്വാഗതം. ഞാൻ ഈ ദർശന ക്ലബ്ബുമായി ബന്ധപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഈ സ്പോർട്സിലെ സംസ്ഥാന തലത്തിൽ സമ്മാനം നേടി നിങ്ങൾ തൃശ്ശൂർക്ക് വന്നപ്പോൾ
അവർക്കൊരു സ്വീകരണം ഒരുക്കണമെന്ന് ദർശനയുടെ ഭാരവാഹികൾ ഞങ്ങളോടും ലയൺസ് ക്ലബിനോടൊക്കെ സൂചിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവരുടെ നിർദ്ദേശം പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ആ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തു. അങ്ങനെ ആ പ്രോഗ്രാം ഏറ്റെടുത്തിട്ട് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഏതാണ്ട് ഒരു 10 മണിക്കാണ് ഈ സമ്മാനവുമായി നിങ്ങളിൽ പലരും തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയത്. നിങ്ങൾ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അന്ന് ഒരു 22 പേരോ മറ്റും ഉണ്ടായിരുന്നു. ഈ 22 പേരുടെ മുഖത്തുമുള്ള ആ ഒരു സന്തോഷം നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചോ നിങ്ങളുടെ പരിമിതികളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ തീരെ അതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ഒരു വെറിയോ പ്രയാസമോ നിങ്ങൾക്കില്ല. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ വന്നു. ഞങ്ങൾ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അത് എന്നെ സംബന്ധിച്ചും എൻ്റെ കൂടെ വന്ന ഞങ്ങളുടെ ക്ലബ്ബ് പ്രസിഡന്റിനെ കുറിച്ചും ഒരു നല്ല അനുഭവമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്ലബിൻ്റെ മീറ്റിങ്ങിൽ, റോട്ടറി ക്ലബിൻ്റെ മീറ്റിങ്ങിൽ നിങ്ങളെ കണ്ടുമുട്ടിയ വിശേഷം പങ്കുവെക്കുകയും ചെയ്തു. ഇനി നിങ്ങളെപ്പോലെയുള്ള പരിമിതികളുള്ളവരുമായുള്ള എൻ്റെ ഒരു അനുഭവം, നേരിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 50 കൊല്ലം മുമ്പാണ്, ഇന്നൊന്നല്ലയൊന്നുമല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം, 8, 9, 10 കാലഘട്ടം. നിങ്ങൾക്കറിയാം, കുന്നംകുളത്ത് അന്നും ഇന്നും ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട്. ആ ബ്ലൈൻഡ് സ്കൂളിൽ, ആ കുന്നംകുളം ഗവൺമെൻറ് ഹൈസ്കൂളോട് ചേർന്നാണ് ആ ബ്ലൈൻഡ് സ്കൂള്. അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഒരു 5 ബ്ലൈൻഡ് ഉണ്ടായിരുന്നു. ഞാൻ പേരുകൾ ഓർക്കുന്നുണ്ട്: ബാലൻ, ജോസ്, രാമേന്ദ്രൻ. ഇതൊക്കെയാണ് 50 മുമ്പത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവര് ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ ബ്രെയിലിൽ എഴുതിയെടുക്കും. പക്ഷെ എങ്കിലത് പൂർണ്ണമാവില്ല. അപ്പോൾ അവർ സാധാരണ ഇവരിൽ 3 പേര്, ജോസും രാമേന്ദ്രനും ബാലനും, ഇവർ 3 പേരും ശനിയാഴ്ചകളിൽ എൻ്റെ വീട് ആ കുന്നംകുളം പരിസര ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ആ സിനി ഗ്രൗണ്ടിനടുത്ത്, ഇവരുടെയൊക്കെ ഹോസ്റ്റലിൻ്റെ അടുത്താണ്. അപ്പോൾ അവർ ശനിയാഴ്ച കാലത്ത് 10 മണി എൻ്റെ വീട്ടിൽ വരും. 10 മണിക്ക് വന്ന് ഒരു 12 വരെ ഞാൻ നോട്ട് വായിച്ചു കൊടുക്കും. ബുക്കിലുള്ള നോട്ട് വായിച്ചു കൊടുക്കും. അവർ കുറേ കാര്യങ്ങൾ ബ്രെയിലിയിൽ എഴുതും, കുറേ കാര്യങ്ങൾ അവർ കേട്ട് മനസ്സിലാക്കും. ഊണ് കഴിക്കാൻ പോവും. തിരിച്ച് വീണ്ടും ഒരു 2 മണി കഴിയുമ്പോൾ വീണ്ടും വരും. വീണ്ടും വന്ന് ഇതുപോലെ 3-3:30 വരെ ഇരിക്കും. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ പഠനത്തിന് ഞാൻ സഹായിച്ചു എന്ന് ഒരു തരത്തിൽ പറയാം. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ പഠനത്തിന് അവരും സഹായിച്ചു എന്ന് പറയും. കാരണം ഞാനിതവർക്ക് വായിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ ഞാൻ പഠിക്കേണ്ട പാഠങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. മാത്രമല്ല, എന്നേക്കാൾ മികച്ചവർ നിന്നിരുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. മലയാളം, നിങ്ങൾക്കറിയാലോ, സ്കൂളിൽ മലയാള പദ്യമുണ്ട്. ഈ മലയാള പദ്യം ഞാൻ അവർക്ക് വായിച്ചു കൊടുക്കും. അവ പദ്യം അതിൻ്റെതായ ഭംഗിയിലുള്ള പറയാനുള്ള, പദ്യം ചൊല്ലാനുള്ള കഴിവൊന്നും എനിക്കില്ല. അവരിത് കേൾക്കും. ഇത് കേട്ട് കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ, ഈ ബാലൻ്റെ വീട് ചാലക്കുടിയാണ്. ഈ ബാലൻ അതിഗംഭീരമായിട്ട് ഈ പദ്യം അങ്ങോട്ട് ചൊല്ലും. ഈ പദ്യം ബാലൻ ചെല്ലുന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാനും മറ്റ് 2 കൂടെയുള്ള രാമേന്ദ്രനും ജോസൊക്കെ അതിശയിച്ച് കേട്ടിരിക്കും. അപ്പോൾ പദ്യം ചൊല്ലിൻ്റെ രീതി, ഭംഗിയായി പദ്യം ചൊല്ലാനുള്ള കഴിവ് എനിക്ക് കാണിച്ചു തന്ന ഒരാളാണ് ഈ കാഴ്ച പരിമിതി ഉണ്ടായിരുന്ന ബാലൻ. അതുപോലെ മറ്റൊന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 3 പേരെയും ഓർക്കാൻ കാരണം. കണക്കിൻ്റെ കാര്യത്തിൽ ജോസ്, കണക്കിൽ കുറെ കണക്ക് കൂട്ടാനുള്ള അന്ന് ഈ സൂത്രങ്ങളൊക്കെ പണ്ട് കാലത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ കണക്ക് പുസ്തകങ്ങളെക്കാൾ കുറച്ച് കട്ടി കൂടുതൽ അന്നത്തെ കണക്ക് പുസ്തകങ്ങൾ. കാരണം ഈ കൂട്ടുപലിശ, നമുക്കറിയില്ലേ, കൂട്ടുപലിശ എന്നും തെറ്റേണ്ട സാധനം. ഈ കൂട്ടുപലിശ കാണലൊക്കെ ഞാൻ അവർക്ക് പുസ്തകത്തിൽ പറഞ്ഞു കൊടുക്കും. പുസ്തകത്തിൽ പറഞ്ഞു കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ജോസ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. ജോസ് എന്നോട് ചോദിച്ചു വരും കണക്കിലെ ചില ചോദ്യങ്ങൾ. ഇത്ര പലിശ, ഇത്ര വരും, പലിശ എത്രയാണെങ്കിൽ തുക എത്രയാണ്. പലപ്പോഴും ഞാൻ പതറും.
പക്ഷേ ഈ ജോസ് പറയും അങ്ങനെ ഒരു 3 കൊല്ലം 73-ലാണ് ഞങ്ങളൊക്കെ 10ാം ക്ലാസ് പാസ്സായത്. 52 കൊല്ലമായിട്ട് സംഭവം കഴിഞ്ഞിട്ട്. പക്ഷെ എങ്കിൽ ഈ 52 കൊല്ലം മുമ്പ് ഈ പരിമിതി ഉള്ളവരുമായുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു. കുറേ മത്സ്യങ്ങൾ ഞാൻ വഴി അവർക്ക് കിട്ടി. അതിൻ്റെ കുറേ ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പിന്നീട് ഞാൻ പഠിച്ചു, സർവകലാശാല പ്രൊഫസറായി. ഇപ്പം ഏതാണ്ട് എനിക്ക് 68 വയസ്സായി. നമ്മൾ ചെയ്ത കൊച്ചു കൊച്ചു കാര്യം, നന്മ ചെയ്തു വലിയ കാര്യമായിട്ട് ഞാൻ കുട്ടി ഘോഷിക്കല്ലാട്ടോ. എങ്കിലും നമ്മൾ ജീവിതത്തിൽ ചെയ്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു സഹായങ്ങൾ എൻ്റെ ജീവിതത്തിനെ ഒരുവിധം സ്വാധീനിച്ചു, അനുഗ്രഹിച്ചു എന്നുകൂടെ ഞാൻ പറയാണ്. ഇനി നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം, ഒരു ചൈനീസ് കഥ. ആ കഥ എന്താണെന്നറിയൂ? ഒരിക്കൽ ഒരു ചെറിയൊരു പക്ഷി, കാക്ക ഈശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പരാതി പറഞ്ഞു. പരാതി എന്താണെന്നറിയോ? എന്നെ കാണാൻ യാതൊരു ഭംഗിയില്ല, നാട്ടുകാരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതികൾ. അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഈശ്വരൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈശ്വരൻ പറഞ്ഞു, നിന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ളത് ശരിയായിരിക്കാം, നിന്നെപ്പോലെ വളരെ ഉയരത്തിൽ പറക്കാനുള്ള കഴിവ് ലോകത്തിൽ വേറെ യാതൊരു പക്ഷിക്കും ഞാൻ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിനക്കൊരു കഴിവ് ഞാൻ തന്നിട്ടുണ്ട്. ചില പരിമിതികൾ നിനക്കുണ്ടാകാം, പക്ഷെ ഒരു കഴിവ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ കാക്ക പോയപ്പോൾ ഈശ്വരൻ്റെ അടുത്ത് വന്നത് ആരാന്നറിയോ? 2-3 കുഞ്ഞു കിളികൾ വന്നു, കൊച്ചു കിളികൾ. ഈ കൊച്ചു കിളികൾ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? നേരെ തിരിച്ചാ പറഞ്ഞു, ഞങ്ങൾക്ക് ഉയരത്തിലൊന്നും പറക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ചിറകൊക്കെ വളരെ ചെറുതാണ്, ഉയരത്തിൽ പറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചിറകൊടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞ പരാതികൾ. ഈശ്വരൻ എന്താ പറഞ്ഞെന്നറിയോ? ഈശ്വരൻ പറഞ്ഞത്, നിനക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റുന്നുള്ളത് ശരിയാണ്, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരികളായിട്ടുള്ള കിളികളാണ് നിങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിളികൾ. മാത്രല്ല നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കാനുള്ളൊരു കഴിവ് ലോകത്തിൽ മറ്റ് പക്ഷികൾക്ക് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. അവിടെയും കാണിക്കുന്ന എന്താണ്? പരിമിതികൾക്കുള്ളിൽ ചില കഴിവുകൾ. ഇനി 3ാമത് വരുന്നത് ആരാന്നറിയൂ? വീണ്ടും ഭംഗിയില്ലാത്തൊരു തൊരപ്പനാണ്. തൊരപ്പൻ എന്താ പറഞ്ഞെന്നറിയൂ? എന്നെ നാട്ടുകാർ കണ്ട തല്ലിക്കൊല്ലും, നാട്ടുകാർ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, എന്നെ കാണാൻ യാതൊരു ഭംഗിയില്ല, ഒരാളും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഉടനെ ഈശ്വരൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയൂ? നിന്നെ കാണാൻ ഭംഗിയില്ല, നാട്ടുകാർക്കൊക്കെ ശരിയാണ്, പക്ഷേ നിന്നെപ്പോലെ എവിടെയും ഇടിച്ചു കയറാനുള്ള കഴിവ്, കരണ്ട് ചെല്ലാനുള്ള കഴിവ് ലോകത്തിൽ വേറെ യാതൊരു മൃഗത്തിനും ഞാൻ കൊടുത്തിട്ടില്ല. ഇതിൽ നിന്ന് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള പരിമിതികളുണ്ട്. ഞാൻ 45 കൊല്ലം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരാളാണ്. എല്ലാം തികഞ്ഞ് നമ്മൾ കരുതുന്ന പലർക്കും പലതരത്തിലുള്ള പരിമിതികളുണ്ട്, പലതരത്തിലുള്ള പരിമിതികളുണ്ട്. ഞാൻ എൻ്റെ ഒരു പരിമിതി പറയും. എന്നെ വീട്ടിൽ ഭാര്യ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ 45 കൊല്ലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മറ്റു കുട്ടികൾ പറഞ്ഞു കേട്ടും മറ്റ് പലരും അഭിപ്രായം കേട്ടിട്ട് ഞാൻ ഒരു നല്ല അധ്യാപകനാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവാനുഗ്രഹം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ആണി എടുത്തിട്ട് അടിക്കാൻ പറഞ്ഞാൽ, ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചുമരിൽ ഒരു ആണിയെ തറയ്ക്കണം, എന്നെ കൊണ്ട് പറ്റില്ല. അതും പോട്ടെ, ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഇപ്പോഴും എന്നും എൻ്റെ ഭാര്യ പറഞ്ഞ് കളിയാക്കുന്നൊരു കാര്യമാണ്, ഇത്രയും കൊല്ലമായിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കും. എന്നിട്ട് വൈഫ് പറയും, എനിക്ക് എന്തെങ്കിലും വന്നാൽ, ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക എന്ന് ചോദിക്കും. അപ്പം അതിൽ നിന്ന് കാണിക്കുന്നത് എന്താ? ഞാൻ പഠിച്ചു, ഞാൻ PhD എടുത്തൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഞാൻ പൂർണ്ണനായില്ല. ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട്. അപ്പം നിങ്ങൾക്ക്
ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരുപാട് കഴിവുകൾ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോന്നറിയില്ല, ഫുട്ട് ആൻഡ് മൗത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ബോംബെയിലുണ്ട്. ഫുട്ട് ആൻഡ് മൗത്ത് ആർട്ടിസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ചിലപ്പോൾ നമുക്ക് അറിയുമായിരിക്കും. അത് കൈയും കാലും നഷ്ടപ്പെട്ട പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിറ്റ്സർലൻഡ് വനിത തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ അവര് ഒരുപാട് സാധനങ്ങൾ, അപ്പോൾ ഇവര് മിക്കവാറും തന്നെ പെയിന്റിങ്സ് ആണ് പ്രധാനമായിട്ട് അവർക്ക്. ഈ പെയിന്റിങ്സ് ഒക്കെ ചെയ്യണത് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ടാണ് ബ്രഷ്, അല്ലെങ്കിൽ ചിലർക്ക് വിരലുകൾ അൽബോളുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഇവരുടെ സാധനങ്ങൾ ലോകം മുഴുവൻ വിൽക്കുന്നുണ്ട്. അവരൊരിക്കലും ഈ ചാരിറ്റി ആയിട്ട് ഞങ്ങളുടെ സഹായം എന്നുള്ള ഇതിൽ ചോദിക്കില്ല. പക്ഷെ അവരുണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ വിറ്റ് അവര് ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടുകയാണെങ്കിൽ ഈ ഫാബിൻജ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ തുണി സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അവരുടെ പെയിന്റിങ്സ് വാങ്ങാൻ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഭവ കഥകൾ വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ള കഥകൾ നിങ്ങളും വീണ്ടും ധാരാളം കേട്ട് കാണും. മറ്റു പലരും പറഞ്ഞിട്ടാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരാളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്കറിയുമോ, ഇന്ന് ലോകം നിയന്ത്രിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാള് നിങ്ങൾ ചിലരെങ്കിലും പേര് കേട്ട് കാണും. സ്റ്റീഫൻ ഹോക്കിൻസ് കേട്ട് കാണും പേര്. സ്റ്റീഫൻ ഹോക്കിൻസ്. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളാണ് ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചത്, അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അറിയൂ? ലോകപ്രശസ്തമായ സർവകലാശാലയുണ്ട് ലണ്ടനിൽ. ലോകപ്രശസ്തമായ സർവകലാശാല നിങ്ങൾ പേര് കേട്ട് കാണും. കാംബ്രിഡ്ജ് സർവകലാശാല ലോകത്തിലെ ഏറ്റവും സമുന്നതമായ സർവകലാശാലയാണ്. ഈ സർവകലാശാലയിൽ ഒരു പ്രൊഫസറായിരുന്നു ജോൺ ഹോക്കിൻസ്. നിങ്ങൾക്കറിയാം, പലരും കേട്ട് കാണും ചരിത്രമൊക്കെ. അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒരു ചെയറിലാണ് ഇരിക്കുന്നത്. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ആകെ സ്വത്ത് എന്ന് പറയുന്നത് ഇരിക്കാനുള്ള കസേരയും മുമ്പിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമാണ് ആകെ ഉള്ളത്. ഈ ഇരിക്കാനുള്ള കസേരയും മുമ്പിലുള്ള ഒരു കമ്പ്യൂട്ടറും വെച്ചിട്ട് 20ാം നൂറ്റാണ്ടിൽ പല സിദ്ധാന്തങ്ങളും ലോകത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, വാനനിരീക്ഷണത്തെക്കുറിച്ചൊക്കെ അതിഗംഭീരമായ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന, അതേ പറയാം, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ 20ാം നൂറ്റാണ്ടിൽ ലോകത്തെ നിയന്ത്രിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ജോൺ ഹോക്കിൻസ്. അദ്ദേഹം 2-3 കൊല്ലങ്ങൾക്ക് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ഒരുപാട് ഭിന്നശേഷി, പിന്നെന്താ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞനാണ്. നിങ്ങൾക്കൊക്കെ പലരും പറഞ്ഞ പേരൊക്കെ കേട്ട് കാണും. ഞാനൊരു 6 മാസം മുമ്പ് ലണ്ടനിൽ പോയിരുന്നു. എൻ്റെ മകൻ അവിടെയാണ്. അങ്ങനെ ലണ്ടനിൽ പോയപ്പോൾ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി. അങ്ങനെ കാംബ്രിഡ്ജ് സർവകലാശാല കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ആ സർവകലാശാല നടക്കുന്ന കൂട്ടത്തില് അപ്പോൾ എൻ്റെ കൂടെ വേറെ മലയാളി പ്രൊഫസറുണ്ട്. ഞങ്ങളങ്ങനെ നടന്ന് അപ്പോൾ അദ്ദേഹത്തിനെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജോൺ ഹോക്കിൻസ് ഇരുന്ന് ജോലി ചെയ്തിരുന്ന റൂമാണ്. മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര ഇപ്പോഴും അവിടെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ലോകത്തെ നിയന്ത്രിച്ച പരിമിതികളുണ്ടായിരുന്ന ജോൺ ഹോക്കിൻസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കാംബ്രിഡ്ജ് സർവകലാശാല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ്. ആ സർവകലാശാല ആ റൂം അടച്ചിട്ടിരിക്കുകയാണ്. വേറെ ആർക്കും കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അവര് പറയുന്നത് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ, ജോൺ ഹോക്കിൻസ് ഇരുന്ന കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ കഴിവുള്ള പ്രൊഫസർമാര് അവിടെ കാംബ്രിഡ്ജിൽ ഇല്ലാന്ന്. അത്രയും പ്രമുഖനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ മുറി അടച്ചിട്ടിരിക്കുകയാണ്. സന്ദർശകർ വരുമ്പോൾ ആ മുറി തുറന്ന് കാണിച്ചു കൊടുക്കും. ഞാനും കണ്ടു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ പ്രത്യേക രീതിയിലുള്ള കസേരയും ഇരിക്കാനുള്ള സൗകര്യപ്പെടുത്തിയുള്ള കസേര, അതിന് മുമ്പിൽ ഉപയോഗിച്ച കമ്പ്യൂട്ടറൊക്കെ അതുപോലെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇതുപോലെ ഹെലൻ കെല്ലർ, ഇങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ചൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പല ക്ലാസ്സുകളിലും അവരെ കുറിച്ച് നിങ്ങൾക്ക് പരാമർശിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഭിന്നശേഷിക്കാർക്ക് ജോലിയിൽ നല്ല റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പത്രത്തിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ജോലിക്കെടുക്കുമ്പോൾ
ഇപ്പൊ പല സ്ഥലത്തും അവരെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ കോട്ട തികഞ്ഞിട്ട് ഇനിയും കുറെ പേര് അപ്പോയിന്റ് ചെയ്താലേ കോട്ട തികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് ധാരാളമായിട്ട് ജോലിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എംപ്ലോയ്മെന്റ് ഫ്രണ്ട്ലിയാണ് ഗവൺമെന്റ് സമീപനം. ഭിന്നശേഷിക്കാരായുള്ളവർക്ക് ഒരു എംപ്ലോയ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനമാണ് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റ് മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബാങ്കുകൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ നല്ല നിലയ്ക്ക് പഠിക്കുക, അവസരങ്ങൾ ഉപയോഗിക്കുക, നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക. മറ്റു പലരും ചിലപ്പോൾ കുറച്ച് പ്രായമുള്ളവരായിരിക്കും, വിദ്യാഭ്യാസം കഴിഞ്ഞവരായിരിക്കും. അവർ കടന്നു ചെല്ലുന്ന വഴികളിൽ അവർക്ക് വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അവസാനം പറഞ്ഞ എക്സാമ്പിൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ലോക ചരിത്രത്തിനെ മാറ്റി എഴുതിയ ശാസ്ത്രജ്ഞൻ, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന മനുഷ്യൻ, 2-3 കൊല്ലമാണ് അദ്ദേഹം മരിച്ചുപോയത്. ഇതുപോലെ ധാരാളം അനുഭവ കഥകൾ നിങ്ങൾ കേട്ടിരിക്കും. ഈ അനുഭവ കഥകളിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ, പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ സാധാരണ കഴിവുകളുള്ള സാധാരണ വ്യക്തികളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പൊടി അവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഈ പരിപാടി 181ാമത്തെ പരിപാടിയാണ് ഇതെന്ന് പറയും. എല്ലാ ശനിയാഴ്ചയും ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന ഒരു ഉദ്ദേശം തന്നെ സോളമൻ അച്ഛനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നിങ്ങളൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി, പ്രചോദനം കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള പരിപാടികൾ എല്ലാ ആഴ്ച സംഘടിപ്പിക്കുന്ന കേട്ടതിൽ അതീവ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയാണ് ദർശനയായിട്ട് ബന്ധപ്പെട്ടതെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമാണെന്ന് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഞാൻ മനസ്സിലാക്കി. ഇനിയും ഉള്ള ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു അടുത്ത ആഴ്ച കലോത്സവ പരിപാടികളുണ്ട്. എല്ലാ കലാപരിപാടികളിലും സജീവമായി പങ്കെടുത്ത് സമ്മാനം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ ലൈവായിരിക്കും, ആക്റ്റീവായിരിക്കും. നമ്മൾ ഓരോന്നിലും പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവായ ജീവിതത്തിൽ നിലനിൽക്കും. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാ ജീവിത വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സാർ. ഞങ്ങൾക്ക് ഇത്ര നേരം നല്ല മോട്ടിവേഷൻ ക്ലാസ് നൽകിയ സാറിന് നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായി വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ചീഫ് എഡിറ്റർ പണിക്കശ്ശേരി രഞ്ജിത്ത് സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സാർ, വെൽക്കം ടു ദ സ്ക്രീൻ. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തില് എല്ലാ ശനിയാഴ്ചകളിലും നടത്തുന്ന ഈ ഒരു സ്നേഹ സംഗമത്തില് പങ്കെടുത്തിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും ആദ്യം എന്റെ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മയില് എന്നെയും കൂടെ ഉൾപ്പെടുത്തിയതിലുള്ള സന്തോഷവും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന എത്രയും മഹത്തമായ റവറൻ ഫാദർ സോളമൻ കാട്ടുപറമ്പിൽ അച്ഛന്റെ ഈ ഒരു സംരംഭത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് എത്ര ശ്ലാഘിച്ചാലും മതിയാവാത്തതാണ്. ഞാൻ വളരെ അടുത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയതും അതുപോലെ തന്നെ അങ്ങനെ കരുണ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുന്നേ കേട്ടിട്ട് മാത്രം ഉണ്ടെങ്കിലും നേരിട്ടൊന്ന് സംസാരിച്ചതും അതുപോലെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയത് അന്നായിരുന്നു. അന്ന് തന്നെയാണ് സീമ തോമസ് എന്നെ പരിചയപ്പെട്ടതും നമ്മുടെ ഗ്രൂപ്പിലൊന്ന് അംഗമാവുകയും എന്നെ ഈ ഒരു സംഗമത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ അത്രയും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ദർശനയുടെ ഇതുപോലെയുള്ള പ്രോഗ്രാം, ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മ ഇത് ഇത്രയും നല്ല തരത്തിൽ കൊണ്ടുപോകുന്നത്, ഈ 189ാമത് ഒരു പ്രോഗ്രാം ആക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അവരുടെ ആ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്താന്ന് വെച്ചാൽ ഒരു കാര്യം കൊണ്ടുപോകുന്ന 1-2 പ്രാവശ്യം ചെയ്യുന്നതല്ല, അതിങ്ങനെ തുടർച്ചയായി ഈ ഒരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ 189ാമത് പ്രാവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നതിന് അവർക്ക് അഗീതവുമായുള്ള ഒരു അഭിനന്ദനം ആദ്യം തന്നെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത ഉദ്ഘാടനം ചെയ്ത അച്ഛനും
അതുപോലെ തന്നെ ഇവിടെ റോട്ടറി ക്ലബിന്റെ ശ്രീ ഡോക്ടർ മാണി സാറും സംസാരിച്ചത് വളരെ എന്താ പറയാ, ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു സംസാരിച്ചത്. ഞാൻ ഗുരുവായൂർ online.com എന്നുള്ള ഒരു ന്യൂസ് പോർട്ടലിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഒരു 25 വർഷമായി ഈ മേഖലയിൽ വന്നിട്ട്. അപ്പൊ പറയുമ്പോൾ തോന്നും ഇവിടെയും എല്ലാവരും ഓരോ തരത്തിലും ഓരോ ചലഞ്ച് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇപ്പൊ IT മേഖലകളിലാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഈ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ മാർക്ക് സുക്കർബർഗ് അങ്ങോരും ചലഞ്ചിലാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. കളർ ബ്ലൈൻഡ്നെസ് അങ്ങോർക്കുള്ളതാണ്. റെഡ് ഗ്രീൻ എന്നുള്ള കളർ അങ്ങോർക്ക് കാണാൻ പറ്റില്ല. അങ്ങോർക്ക് ആകെ കൂടെ കാണാൻ പറ്റുന്ന ഒരു കളറ് ബ്ലൂ മാത്രമാണ്. അതുകൊണ്ടാണ് ഫേസ്ബുക്കിന്റെ കളർ ബ്ലൂ. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ അസറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 അദ്ദേഹത്തിന്റെ അസറ്റ് നോക്കുകയാണെങ്കിൽ 87 ബില്യൺ ആണ്. അപ്പോ എല്ലാവരും ഒരു തരത്തിലെങ്കിൽ നേരത്തെ സാർ പറഞ്ഞ പോലെ, അതായത് ഡോക്ടർ നമ്മുടെ റോട്ടറി ക്ലബിന്റെ പ്രൊഫസർ മാണി സാർ പറഞ്ഞ പോലെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെല്ലാവരും അറിയുന്നില്ല. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. അപ്പൊ ഇതൊന്നും ആരും പെർഫെക്റ്റ് അല്ല, ആരും കംപ്ലീറ്റ് അല്ല. കംപ്ലീറ്റ് ആവുന്നത് നമ്മളുടെ പ്രവർത്തികളിലൂടെ തന്നെയാണ്. അത് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു മെസ്സേജ് അറിയിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. അടുത്തത് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം PRO ആയ ശ്രീ പിയൂസ് കോട്ടപ്പുറം ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഈ സമയം എത്തിച്ചേർന്നിരിക്കുന്നത്. നന്ദി പറയുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഈ സ്നേഹസംഗമം 189ാമത്തെ സ്നേഹസംഗമം വളരെ ഭംഗിയായി അവസാന നിമിഷത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോ വിശിഷ്ട വ്യക്തികളുടെയും ടോക്കുകൾ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അനുദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടത് ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന ഈ വേളയിൽ നന്ദി പറയുക എന്നുള്ളത് വലിയ കർത്തവ്യമാണ്. ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയ റവറൻ ഫാദർ വിൽജോ നീലങ്കാവിൽ OFM നമ്മുടെ കപ്പുച്ചിൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ തൃശ്ശൂർ റോട്ടറി ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ മാണി സാറിനെ കഴിഞ്ഞ ദിവസം ആണ് ഞാൻ അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു സ്വീകരണ യോഗം ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ 1-2 സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷേ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടിയില്ല. അവസാനം നമ്മൾ മാണി സാറിൻ്റെ അടുത്ത് സമീപിക്കുകയും വളരെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാം ഏറ്റെടുക്കാൻ തയ്യാറാവുകയും നമ്മുടെ സ്വീകരണ യോഗത്തിലേക്ക് മാണി സാറും അതുപോലെ പ്രസിഡന്റ് എത്തിച്ചേരുകയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റുകൾ നൽകാനും അതുപോലെ വൈകിയ വേളയിലും നമ്മുടെ സുഹൃത്തുക്കളെ കാത്തു നിൽക്കാനും അവരോടൊപ്പം അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ അന്ന് മാണി സാറ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. റോട്ടറി ക്ലബിൻ്റെ ആ നല്ല പ്രവർത്തനത്തിന്, അന്ന് നൽകിയ പ്രവർത്തനത്തിനും ഇന്ന് ഞങ്ങളോടൊപ്പം കഥ പറഞ്ഞും തറുപ്പൻ്റെ കഥയും കാക്കയുടെ കഥയും അതുപോലെ തന്നെ മാണി സാറിൻ്റെ ജീവിത അനുഭവവും പണ്ട് മുതലേ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ഭിന്നശേഷിക്കാരെ സഹായിക്കുക എന്നുള്ള സാറിൻ്റെ ആ ഒരു മനസ്സ്. അതുകൊണ്ടാണ് സാറിന് അന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ആ മനസ്സുള്ളിലുള്ളത് കൊണ്ടാണ് ഇന്നും സാറിന് ഭിന്നശേഷിക്കാരെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനും അവരെ ചേർത്ത് നിർത്താനും കൂടെ നിർത്താനും സാറിന് സാധിക്കുന്നത്. ഇന്നത്തെ നല്ല ക്ലാസ്സിനും നിങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിനും ഏറ്റവും സ്നേഹത്തോടെ ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിൻ്റെ പേരിലും സാറിന് പ്രത്യേകം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ചീഫ് എഡിറ്റർ പൺകിശ്ശേരി രഞ്ജിത്ത് സാർ,
വളരെ തിരക്കുകൾക്കിടയിലും സാറ് നമ്മോടൊപ്പം സഹകരിക്കുകയും വളരെ ചുരുങ്ങിയ വാക്കുകളുടെ ആണെങ്കിലും അദ്ദേഹം വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മോട് സംസാരിച്ചത്. ഇനിയും ദർശനോടൊപ്പം സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പണിക്കശ്ശേരി രഞ്ജിത്ത് സാറിനെ ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി എത്തിച്ചേരേണ്ടിയിരുന്ന നമ്മുടെ സോളമച്ചൻ നേരത്തെ ഞാൻ കണ്ടില്ല. എന്നിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ചുക്കാൻ പിടിക്കുകയും മാർഗദർശിയായി മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സോളമച്ചന് ഇന്നത്തെ സ്നേഹസംഗമത്തിൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും എൻ്റെയും വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമം വളരെ മനോഹരമായി ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിഫിൻ ഇരിഞ്ഞാലക്കുട, അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ സ്നേഹസംഗമം ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിഫിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിലെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സ്നേഹസംഗമത്തിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന ശ്രീ ഇമാൻ ഉമേഷ് കെ തൃശ്ശൂരിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിശിഷ്ട അതിഥികളെയും ഗ്രൂപ്പ് അംഗങ്ങളെയും വളരെ മനോഹരമായി സ്വാഗതം ചെയ്ത കുമാരി സോഫി മുത്ത് തിരുവല്ലയെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ റിപ്പോർട്ട് വായിച്ച കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം എത്തിച്ചേർന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും അതുപോലെ ഗ്രൂപ്പിന് പുറത്തു നിന്നും എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾക്കും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു പീസേട്ടാ. നല്ല രീതിയിൽ നന്ദി അറിയിച്ച പീസന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.